ഹായ് എവ്രി വൺ, വെൽക്കം ടു JM അക്കാഡമി. OET സ്പീക്കിംഗ് ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ OET സ്പീക്കിങ്ങിൻ്റെ ഒരു കാർഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ കാർഡ് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ ഒരു കോൺവെർസേഷൻ കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ OETയുടെ സ്പീക്കിങ്ങിൻ്റെ ഡിസ്കഷനിൽ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന കാർഡ് ഈ ഒരു കാർഡാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു കാർഡ് ഒന്ന് അനലൈസ് ചെയ്യാം. എന്താണ് ഈ കാർഡ് വഴി നമ്മൾ ചെയ്യേണ്ടത്? പേർപ്പസ് എന്താണ്? എഡ്യൂക്കേറ്റിംഗ് ആണോ, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ഡെമോൺസ്ട്രേഷൻ ആണോ, കൺസെൻറ്റ് എടുക്കുകയാണോ? എന്താണ് ഈ ടാസ്കിൻ്റെ പേർപ്പസ്? അല്ലെങ്കിൽ നോൺ കേസ് ആണോ, അൺനോൺ കേസ് ആണോ, ആരോടാണ് നമ്മൾ സംസാരിക്കുന്നത്? ഇതൊക്കെ ആദ്യം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കാർഡ് ഒന്ന് അനലൈസ് ചെയ്യാം. സോ കാർഡിൽ പറഞ്ഞിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഉണ്ട്, ടാസ്കും ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യം ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ നമുക്കൊന്ന് വായിക്കാം. Your patient is 44 years old and preparing for discharge following episodes of syncope. ഫെയിൻറ്റിംഗ് ആണെന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഫെയിൻറ്റിങ്ങിൻ്റെ എപ്പിസോഡിന് ശേഷം ഡിസ്ചാർജിന് പ്രിപ്പയർ ആകുന്ന ഒരു പേഷ്യൻ്റാണിത്. 44 years old patient. Assessments have ruled out any cardiac issues and indicate postural orthostatic hypotension as the cause. അപ്പം അസസ്മെൻറ്റ്സ് ചെയ്തു, കാർഡിയാക് ഇഷ്യൂസ് അല്ല എന്ന് മനസ്സിലാക്കി പോസ്റ്റുറൽ അല്ലെങ്കിൽ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കോസ് ആയിട്ട്, ആ ഫെയിൻറ്റിങ്ങിൻ്റെ കാരണമായിട്ട്, ഡ്യൂ ടു സെസേഷൻ ഓഫ് ബ്ലഡ് പ്രഷർ മെഡിക്കേഷൻ. അപ്പോൾ ബ്ലഡ് പ്രഷർ മെഡിക്കേഷൻ പേഷ്യൻ്റ് സ്റ്റോപ്പ് ചെയ്തത് കാരണമുള്ള ഹൈപ്പോടെൻഷൻ, ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ കാരണമാണ് ഈ ഫെയിൻറ്റിങ് ഉണ്ടായിരിക്കുന്നതെന്നാണ് അസസ്മെൻറ്റ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. യു ആർ സീയിങ് ദ പേഷ്യൻറ്റ് ടു ഗിവ് ഇൻസ്ട്രക്ഷൻസ് ഫോർ ബ്ലഡ് പ്രഷർ മോണിറ്ററിങ് അറ്റ് ഹോം ആസ് അഡ്വൈസ്ഡ് ബൈ ദ ഡോക്ടർ. അപ്പം നമ്മൾ പേഷ്യൻറ്റിനെ കാണുകയാണ് ബ്ലഡ് പ്രഷർ മോണിറ്ററിങ്ങിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനായിട്ട്. അപ്പം ബ്ലഡ് പ്രഷർ മോണിറ്ററിങ് പേഷ്യൻ്റ് വീട്ടിൽ ചെല്ലുമ്പം ചെയ്യാനായിട്ടുള്ള മോണിറ്ററിങ് ആണ്. അപ്പം ഡോക്ടർ അഡ്വൈസ് ചെയ്തതിനെ തുടർന്നാണ് നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. അപ്പം കൺഫ്യൂഷൻ വരരുത്. ഹോം വിസിറ്റ് ആണെന്ന് പലർക്കും കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഹോം വിസിറ്റ് അല്ല, ശരിക്കും മീനിങ് മനസ്സിലാക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? പ്രിപ്പയറിങ് ഫോർ ഡിസ്ചാർജ് എന്നാണ്. അപ്പോൾ ഡിസ്ചാർജിന് പ്രിപ്പയർ ആവുകയാണ്. അപ്പോൾ പേഷ്യൻ്റ് അഡ്മിറ്റ് ആയതാണ് ഹോസ്പിറ്റലിൽ. അതുകൊണ്ട് തന്നെ ഇതൊരു നോൺ കേസ് ആയിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി ടാസ്കിലോട്ട് വരുമ്പം ആദ്യം തന്നെ എക്സ്പ്ലെയിൻ റീസൺ ഫോർ സീയിങ് പേഷ്യൻറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ പേഷ്യൻറ്റിനെ കാണുന്നതിൻ്റെ റീസൺ പറയണം. എന്തുകൊണ്ടാണ് നമ്മൾ പേഷ്യൻറ്റിനെ കാണുന്നത്? ബ്രാക്കറ്റിൽ അത് കൊടുത്തിട്ടുണ്ട്. BP പറ്റിയുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ BP മോണിറ്ററിങ്ങിൻ്റെ ഇൻഫർമേഷൻസ് കൊടുക്കാനായിട്ടാണ്. ഫൈൻഡ് ഔട്ട് ഹൗ പേഷ്യൻ്റ് ഇസ് ഫീലിംഗ്. അപ്പോൾ പേഷ്യൻറ്റിന് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് പേഷ്യൻറ്റിന് ഫീൽ ചെയ്യുന്നതെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലി ഒരു നോൺ കേസ് ആകുമ്പം ആദ്യം തന്നെ പേഷ്യൻറ്റിന് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്തിലോട്ട് പോകാം? ഈ റീസണിലോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ആദ്യം നമുക്ക് ഞാൻ ഇതിനാ വന്നത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നതിനേക്കാട്ടിലും ബെറ്ററാണ് എങ്ങനെയുണ്ട് ഇപ്പോൾ, ഞാൻ ഇതിനാണ് വന്നതെന്ന് പറയുന്നതായിരിക്കും എളുപ്പം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഫൈൻഡ് ഔട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മൾ നോൺ കേസ് ആണെങ്കിലും അൺനോൺ കേസ് ആണെങ്കിലും ഒക്കെ നമ്മളൊന്ന് ഗ്രീറ്റ് ചെയ്യണം പേഷ്യൻറ്റിനെ അല്ലേ. അപ്പോൾ വാർഡിലാണ് പേഷ്യൻ്റെ പേര് 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ ചോദിച്ച് വെക്കുക. അപ്പോൾ പേഷ്യൻ്റെ പേര് ജോൺ എന്നാണെങ്കിൽ അപ്പം നമുക്ക് ജോൺ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, അങ്ങനെ നമ്മുടെ ടാസ്കിൽ കൊടുത്തിരിക്കുന്ന ടൈമോ അല്ലെങ്കിൽ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ എക്സാമിൻ്റെ ടൈമോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഗ്രീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗുഡ് മോർണിംഗ് മിസ്റ്റർ ജോൺ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ജോൺ, ഹൗ ആർ യു ഫീലിംഗ് ടുഡേ എന്ന് നമുക്ക് ചോദിക്കാം. ഹൗ പേഷ്യൻ്റ് ഇസ് ഫീലിംഗ്, ഹൗ ആർ യു ഫീലിംഗ് ടുഡേ എന്ന് നമുക്ക് ചോദിക്കാം അല്ലേ. അതിനുശേഷം പേഷ്യൻറ്റും പറയും എന്ത്? ഗുഡ് മോർണിംഗ്, ഐ എം ഫീലിംഗ് എ ബിറ്റ് ബെറ്റർ എന്ന് പറയാം. അപ്പോൾ തന്നെ പേഷ്യൻറ്റ് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ അവിടെ പറയാൻ ചാൻസ് ഉണ്ട് അല്ലേ. അതായത് താഴത്തെ ടാസ്ക് കൂടെ നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്നത് റീഅഷ്യൂർ പേഷ്യൻ്റ് അബൌട്ട് ഡിസ്ചാർജ് ഡിസിഷൻസ് എന്നാണ്. അപ്പോൾ റീഅഷ്യൂറൻസ് ഉണ്ട്. അപ്പോൾ പേഷ്യൻ്റ് എന്തെങ്കിലും ഒരു കൺസേൺ അവിടെ പറയാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്തിനെ പറ്റിയാണ്? ഡിസ്ചാർജിൻ്റെ ഡിസിഷനെ പറ്റിയുള്ള റീഅഷ്യൂറൻസ് അവിടെ കൊടുക്കേണ്ടത് അല്ലേ. അപ്പം പേഷ്യൻ്റ് പറയാം ഐ എം ഫീലിംഗ് ഓക്കെ അല്ലെങ്കിൽ ഐ എം ഫീലിംഗ് എ ബിറ്റ് ബെറ്റർ ബട്ട് ഐ എം സ്റ്റിൽ എ ബിറ്റ് ആൻഷ്യസ് അബൌട്ട് ഗോയിങ് ഹോം എന്ന് പറയാം അല്ലേ. ഡിസ്ചാർജിനെ പറ്റി ഒരു ആൻഷ്യസ് അല്ലെങ്കിൽ കൺസേൺ ആണെന്ന് പേഷ്യൻ്റ് പറയാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് എന്ത് പറയാം? നമുക്കൊരു റീഅഷ്യൂറൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ വിസിറ്റ് ചെയ്തതിൻ്റെ കാര്യം പറയുന്നതായിരിക്കും അവിടെ ബെറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം. അപ്പോൾ പേഷ്യൻ്റ് ഒരു കൺസേൺ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റീഅഷ്യൂറൻസ് എന്തായാലും കൊടുക്കണം അല്ലേ. എംപതി ഷോ ചെയ്യണം. അപ്പോൾ നമുക്ക് പറയാം ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി നോർമൽ ടു ഫീൽ ദാറ്റ് വേ. എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ് എന്ന് നമുക്ക് പറയാം അല്ലേ. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി നോർമൽ ടു ഫീൽ ദാറ്റ് വേ. ഐ എം ഹിയർ ടു പ്രൊവൈഡ് യു വിത്ത് സം ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ എബൌട്ട് മോണിറ്ററിങ് യുവർ ബ്ലഡ് പ്രഷർ അറ്റ് ഹോം എന്ന് നമുക്ക് പറയാം അല്ലേ.
അപ്പോൾ I understand it is completely normal to feel that way. I am here to provide you with some important information about monitoring your blood pressure at home, which will help manage your condition and give you peace of mind എന്ന് പറഞ്ഞിട്ട് നമുക്ക് how does it sound എന്ന് ചോദിക്കാം അല്ലേ. അപ്പം അത്രയും നമ്മൾ പറഞ്ഞു കഴിയുമ്പം പേഷ്യൻ്റ് ഹൗ ഡസ് ഇറ്റ് സൗണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇനി വീണ്ടും പേഷ്യൻറ്റ് കൺസേൺ ഉണ്ടെങ്കിൽ പേഷ്യൻറ്റ് വീണ്ടും എടുത്ത് പറയാം അല്ലേ. എന്താണ് ഐ സ്റ്റിൽ ഫീൽ വറീഡ് എന്നോ അങ്ങനെ എന്തെങ്കിലും പറയുമ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ബ്രാക്കറ്റിലെ കാര്യങ്ങൾ എടുത്ത് പറയാം. മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് ഡിസിഷൻ മേക്ക് ചെയ്തിരിക്കുന്നത്, അസസ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് എന്ന് പറയാം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയാം, your discharge decision wasn't made lightly, it was a comprehensive decision by a multidisciplinary team എന്ന് പറയാം, അല്ലെങ്കിൽ it was a decision made by multidisciplinary team എന്ന് പറയാം. ഇനി മൾട്ടിഡിസിപ്ലിനറി ടീം ഒരു പേഷ്യൻറ്റിന് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ഫോർ എക്സാമ്പിൾ ഡോക്ടേഴ്സ്, നഴ്സസ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് എന്നോ അല്ലെങ്കിൽ ലൈക്ക് ഡോക്ടേഴ്സ്, നഴ്സസ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് എന്നോ അവിടെ എടുത്ത് പറയാം. ഓക്കെ, അപ്പം നമുക്കിങ്ങനെ പറയാം, your discharge decision was made by മൾട്ടിഡിസിപ്ലിനറി ടീം ഓഫ് ഡോക്ടേഴ്സ്, നഴ്സസ് ആൻഡ് സ്പെഷ്യലിസ്റ്റ്. അതുപോലെ തന്നെ ഇതോടെ ചേർത്ത് പറയണം അല്ലേ, അസസ്മെൻറ്റിന് ശേഷമാണെന്നുള്ളത്. അപ്പം ഹൂ ഹാവ് തെറൗലി അസസ്ഡ് യുവർ കണ്ടീഷൻ, അപ്പം അസസ് ചെയ്തിട്ടാണ്. അപ്പം അസസ് ചെയ്തപ്പോൾ എന്താ കണ്ടുപിടിച്ചെന്നൂടെ നമുക്കിവിടെ ആഡ് ചെയ്യാം അല്ലേ. അപ്പം ഹൂ ഹാവ് തെറൗലി അസസ്ഡ് യുവർ കണ്ടീഷൻ ആൻഡ് ദേ ഹാവ് റൂൾഡ് ഔട്ട് എനി കാർഡിയാക് ഇഷ്യൂസ് ആൻഡ് ഡിറ്റർമൈൻഡ് ദാറ്റ് ദ ഫെയിൻറ്റിംഗ് was due to postural hypotension from stopping your blood pressure medication. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അസസ്മെൻറ്റ് ചെയ്തിട്ടാണ് ഡിസിഷൻ എടുത്തത്. അസസ്മെൻറ്റിൽ എന്താണ് കണ്ടെത്തിയതെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് പറയാം, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ ബ്ലഡ് പ്രഷർ മെഡിക്കേഷൻ്റെ ഇൻഫർമേഷൻ കൊടുക്കാനാണെന്ന്, അപ്പോൾ അതുമായിട്ട് കണക്റ്റഡ് ആകും. ഓക്കെ, അപ്പം അത് നമുക്ക് ഒന്നുകൂടെ പറയാം. നമ്മൾ മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. യുവർ ഡിസ്ചാർജ് ഡിസിഷൻ വാസ് മെയ്ഡ് ബൈ മൾട്ടി ഡിസിപ്ലിനറി ടീം ഓഫ് ഡോക്ടേഴ്സ്, നഴ്സസ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് who have thoroughly assessed your condition and they have ruled out any serious cardiac issues and determined that the fainting was due to postural hypotension from stopping your blood pressure medication എന്ന് പറയാം. ഓക്കെ, പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, വിൽ മേക്ക് ഷുവർ യു ഹാവ് ഓൾ ദി ഇൻഫർമേഷൻ ആൻഡ് സപ്പോർട്ട് യു നീഡ് ടു മാനേജ് ദിസ് അറ്റ് ഹോം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഫൈൻഡ് ഔട്ട് പേഷ്യൻസ് നോളജ് ഓഫ് ബി പി മോണിറ്ററിങ് എന്നുള്ളത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചോദിക്കണം പേഷ്യൻറ്റ് എന്തെങ്കിലും അറിയാമോ എന്നുള്ളത് അല്ലേ. അപ്പം നമുക്ക് ചോദിക്കാം, ബിഫോർ പ്രൊസീഡിങ് ഫർദർ ക്യാൻ യു ടെൽ മീ ഇഫ് യു ഹാവ് എവർ മോണിറ്റേർഡ് യുവർ ബ്ലഡ് പ്രഷർ അറ്റ് ഹോം, അല്ലെങ്കിൽ ആർ യു ഫെമിലിയർ വിത്ത് ഇറ്റ് എന്ന് ചോദിക്കാം അല്ലേ. അപ്പം മേ ബി പേഷ്യൻറ്റ് പറയായിരിക്കും, ഐ എം നോട്ട് ഷുവർ ഹൗ ടു മോണിറ്റർ മൈ ബ്ലഡ് പ്രഷർ കറക്റ്റ്ലി അറ്റ് ഹോം എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, നോ പ്രോബ്ലം അറ്റ് ഓൾ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡബിൾ, ഐ വിൽ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, താഴത്തെ അടുത്ത ടാസ്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അവിടെ കൊടുത്തിരിക്കുന്നത് ഗിവ് ഇൻഫർമേഷൻ അബൌട്ട് ടേക്കിംഗ് ബി പി റീഡിങ്സ് എന്നാണ്. അപ്പോൾ അവിടെ പറയേണ്ട കാര്യങ്ങളെല്ലാം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. റോളിങ് അപ്പ് സ്ലീവ് റോള് ചെയ്ത്, ആം റെസ്റ്റ് ചെയ്യുക ഓൺ ടേബിൾ വിത്ത് പാം ഫേസ് അപ്പ്, ലൊക്കേറ്റിംഗ് പൾസ്, സെക്യൂറിംഗ് കഫ്, ഇൻഫ്ലേറ്റിംഗ് ആൻഡ് ഡീഫ്ലേറ്റിംഗ് കഫ്, ഡോക്യുമെൻറ്റിംഗ് റീഡിങ്സ് എക്സെട്ര. അപ്പോൾ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളെല്ലാം, നമ്മൾ എന്ത് ചെയ്യാണ്, കറക്റ്റായിട്ട് അത് കണക്ട് ചെയ്ത് പറയണം. ഓക്കെ, സോ നമുക്ക് പറയാം, ഫസ്റ്റ് മേക്ക് ഷുവർ യു ആർ ഇൻ എ കംഫർട്ടബിൾ പൊസിഷൻ, റോൾ അപ്പ് യുവർ സ്ലീവ് ആൻഡ് റെസ്റ്റ് യുവർ ആം ഓൺ എ ടേബിൾ. അപ്പം റോൾ അപ്പ് യുവർ സ്ലീവ് ആൻഡ് റെസ്റ്റ് യുവർ ആം ഓൺ എ ടേബിൾ, ആൻഡ് അവിടെ നമ്മൾ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, ഓൺ എ ടേബിൾ വിത്ത് യുവർ പാം ഫേസിങ് അപ്പ്. അപ്പം വിത്ത് പാം ഫേസിങ് അപ്പ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പ്ലേസ് ദ കഫ് അറൗണ്ട് യുവർ അപ്പർ ആം അല്ലേ, പ്ലേസ് ദ കഫ് അറൗണ്ട് യുവർ അപ്പർ ആം ജസ്റ്റ് എബവ് ദ എൽബോ എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ദെൻ യു ക്യാൻ ലൊക്കേറ്റ് യുവർ പൾസ് ബൈ ഫീലിംഗ് ഫോർ ഇറ്റ് വിത്ത് യുവർ ഫിംഗേഴ്സ്. Once you found it, turn on your blood pressure monitor and press the start button. The cuff will inflate and then slowly deflate. The monitor will display your blood pressure reading once it is done എന്ന് പറയാം അല്ലേ. അപ്പം ഇൻഫ്ലേറ്റ് ചെയ്യും, ഡീഫ്ലേറ്റ് ചെയ്യും, അപ്പം നമുക്ക് റീഡിങ്സ് കിട്ടും. അത് ഡോക്യുമെൻറ്റ് ചെയ്യാനായിട്ടാണ് പേഷ്യൻറ്റിനോട് പറയേണ്ടത്. അതായത് മേക്ക് ഷുവർ ടു റൈറ്റ് ഡൗൺ ഈച്ച് റീഡിംഗ് എന്ന് പറയാം. മേക്ക് ഷുവർ യു റൈറ്റ് ഡൗൺ ഈച്ച് റീഡിങ്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം ആ പ്രൊസീജിയർ നമ്മൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. എന്താണ്, ആദ്യം നമുക്ക് പേഷ്യൻറ്റിനോട് പറയാം, മേക്ക് ഷുവർ യു ആർ ഇൻ എ കംഫർട്ടബിൾ പൊസിഷൻ, റോൾ അപ്പ് യുവർ സ്ലീവ് ആൻഡ് റെസ്റ്റ് യുവർ ആം ഓൺ എ ടേബിൾ വിത്ത് യുവർ പാം ഫേസിങ് അപ്പ്. Next, place the cuff around your upper arm just above the elbow and make sure to locate your pulse by feeling for it with your fingers.
പിന്നെ once you found it, turn on your blood pressure monitor and press the start button. The cuff will then inflate and then slowly deflate. The monitor will display your blood pressure reading once it is done. Make sure you write each reading എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രൊസീജിയർ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഡിസ്ക്രൈബ് ടൈമിങ്സ് ഓഫ് റീഡിങ്സ് എന്നാണ്. അപ്പോൾ ടൈമിങ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, എപ്പോഴൊക്കെയാണ് ഇത് അത് പറയുന്നുണ്ട്. ട്വൈസ് ഡെയിലി, ഡിഫറെൻറ്റ് ടൈംസ് ഓഫ് ഡേ, ഫോർ 3 weeks എക്സെട്ര എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം, ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് യു ഷുഡ് ടേക്ക് യുവർ ബ്ലഡ് പ്രഷർ റീഡിങ്സ് ട്വൈസ് ഡെയിലി, വൺസ് ഇൻ ദ മോർണിംഗ് ആൻഡ് വൺസ് ഇൻ ദ ഈവനിങ്, അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ഈച്ച് ഡേ ഫോർ 3 weeks എന്ന് പറയാം അല്ലേ. ദിസ് വിൽ ഗിവ് യു എ ക്ലിയർ പിക്ചർ ഓഫ് ഹൗ യുവർ ബ്ലഡ് പ്രഷർ ഈസ് ഡൂയിങ് എന്നുള്ളത് നമുക്ക് പറഞ്ഞ് അതവിടെ നിർത്താം. ഓക്കെ, അപ്പോൾ നമ്മൾ 3rd ടാസ്കും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ടുള്ളതാണ് അഡ്വൈസ് പേഷ്യൻ്റ് ഓൺ ഹൗ ടു അവോയ്ഡ് ഫെയിൻറ്റിങ്, നോട്ട് ഗെറ്റിംഗ് അപ്പ് ക്വിക്ക്ലി, റെഗുലർ ഫ്ലൂയിഡ് ഇൻടേക്ക്, ലൈയിങ് ഡൗൺ ആൻഡ് എലിവേറ്റിംഗ് ലെഗ്സ് വെൻ ഡിസി എക്സെട്ര. ഫൈൻഡ് ഔട്ട് അബൌട്ട് പേഷ്യൻ്റ് സപ്പോർട്ട് നെറ്റ്വർക്ക്, ഫാമിലി, ഫ്രണ്ട്സ് എക്സെട്ര. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യാണ്, നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ഹൗ ടു അവോയ്ഡ് ഫെയിൻറ്റിങ് എന്നുള്ളത് അല്ലേ. അപ്പം നമുക്ക് മേ ബി പേഷ്യൻ്റ് ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക ഫെയിൻറ്റിങ് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം, ദാറ്റ് ഇസ് എ ഗ്രേറ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഓർഡർ ടു ഹെൽപ്പ് പ്രിവെൻറ്റ് ഫെയിൻറ്റിങ് ദർ ആർ ഫ്യൂ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് യു ക്യാൻ ടേക്ക്. ഫസ്റ്റ്, അവോയ്ഡ് ഗെറ്റിംഗ് അപ്പ് ടു ക്വിക്ക്ലി. അത് ഫസ്റ്റ്, സെക്കൻഡ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കത് കണക്ട് ചെയ്ത് പറയാം. ഓക്കെ, ഫസ്റ്റ്, അവോയ്ഡ് ഗെറ്റിംഗ് അപ്പ് ടു ക്വിക്ക്ലി ഫ്രം എ സിറ്റിംഗ് ഓർ ലൈയിങ് പൊസിഷൻ. ടേക്ക് യുവർ ടൈം ടു മൂവ് സ്ലോലി ആൻഡ് അലൗ യുവർ ബോഡി ടു അഡ്ജസ്റ്റ് എന്ന് പറയാം. പിന്നെ ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ ക്രൂഷ്യൽ ടു സ്റ്റേ ഹൈഡ്രേറ്റഡ്. ഫ്ലൂയിഡ് ഇൻടേക്കിൻ്റെ കാര്യം പറയാം. ആൻഡ് മേക്ക് ഷുവർ യു ആർ ഡ്രിങ്കിങ് പ്ലെൻറ്റി ഓഫ് ഫ്ലൂയിഡ് ത്രൂ ഔട്ട് ദ ഡേ. ആൻഡ് ഇഫ് യു സ്റ്റാർട്ട് ടു ഫീൽ ഡിസി, ലൈ ഡൗൺ ഇമ്മീഡിയറ്റ്ലി എന്ന് പറയാം അല്ലേ. ലൈ ഡൗൺ ഇമ്മീഡിയറ്റ്ലി, എലിവേറ്റ് യുവർ ലെഗ്സ്. ദിസ് ഹെൽപ്സ് ഇൻക്രീസ് യുവർ ബ്ലഡ് ഫ്ലോ ടു ദ ബ്രെയിൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡിസിനസ് തോന്നുവാണെങ്കിൽ ലൈ ഡൗൺ ചെയ്ത്, അതായത് കിടന്നിട്ട് എലിവേറ്റ് ചെയ്യുക, ലെഗ്സ് എലിവേറ്റ് ചെയ്യാനായിട്ടാണ് ഇത്ര നേരം നമ്മൾ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ചോദിക്കാം, ഡു യു ഹാവ് ഫാമിലി ഓർ ഫ്രണ്ട്സ് ഹു ക്യാൻ സപ്പോർട്ട് യു ഡ്യൂറിങ് ദിസ് ടൈം. ആരെങ്കിലും ഫാമിലി ഉണ്ടോ വീട്ടിലെന്ന് ചോദിക്കാം. ഓക്കെ, എസ്പെഷ്യലി ഇൻ ദ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് ആരെങ്കിലും കാണുമോ എന്നൊക്കെ ചോദിക്കാം ആഫ്റ്റർ ദ ഡിസ്ചാർജ്. ഓക്കെ, അപ്പം പേഷ്യൻ്റ് മേ ബി പറയാം, ഉണ്ടെന്ന് പറയാം, ഇല്ല എന്ന് പറയാം. അതിനനുസരിച്ച് അവിടെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. അതായത് ലാസ്റ്റ് ടാസ്ക്, എംഫസൈസ് ഇമ്പോർട്ടൻസ് ഓഫ് സപ്പോർട്ട്, ഫിസിക്കൽ, അവോയ്ഡിങ് പ്രൊലോങ്ഡ് സ്റ്റാൻഡിങ്, സൈക്കോളജിക്കൽ, ലിസണിങ് ടു വറീസ് ഓർ കൺസേൺസ് എക്സെട്ര. അഡ്വൈസ് നീഡ് ഫോർ റിവ്യൂ അപ്പോയിൻമെൻറ്റ് ഇൻ 1 week's ടൈം. അപ്പം 1 weekനുള്ളിൽ അപ്പോയിൻമെൻ്റ് ഉണ്ട്. ചെക്കിംഗ് BP, റിവ്യൂയിങ് റീഡിങ്സ് എക്സെട്ര എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ എന്നുള്ളതൊന്ന് എടുത്ത് പറയണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, നമുക്ക് സപ്പോർട്ട് നെറ്റ്വർക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇറ്റ് ഈസ്, ഇപ്പോൾ ആരെങ്കിലും ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് വണ്ടർഫുൾ ദാറ്റ് യു ഹാവ് യുവർ വൈഫ്. ഇപ്പം ജോൺ, അപ്പം ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് പറയാം ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ സിസ്റ്റർ ഉണ്ട്, അത് വണ്ടർഫുൾ ആണ്. And it is very important when you recover. Okay, physically it will be helpful to avoid prolonged standing and overexertion. Your family can assist you in daily task. Okay, physically family ki task cheyan help cheyan pattum. Psychologically you will have someone to talk to your problems, to share your worries or concerns എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് പറയാം, റിമെമ്പർ ദാറ്റ് വി വിൽ നീഡ് ടു സീ യു അഗെയിൻ ഫോർ എ റിവ്യൂ അപ്പോയിൻമെൻറ്റ് ഇൻ 1 week ടൈം. ഡ്യൂറിങ് ദാറ്റ് ടൈം വി വിൽ ചെക്ക് യുവർ ബ്ലഡ് പ്രഷർ റീഡിങ്സ് അഗെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കോൺവെർസേഷൻ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പം പേഷ്യൻ്റ് ഐ അപ്രീഷിയേറ്റ് യുവർ എഫേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ടേക്ക് കെയർ എന്ന് പറഞ്ഞിട്ട് പേഷ്യൻ്റ് നമ്മൾ അങ്ങനെ ഡിസ്ചാർജ് ചെയ്യുകയാണ്. അപ്പോൾ പ്രിപ്പറേഷനാണ്, ഡിസ്ചാർജിൻ്റെ പ്രിപ്പറേഷനാണ് ആ സമയത്ത് കൊടുക്കുന്ന അഡ്വൈസാണ്. അപ്പം നമ്മൾ സ്ട്രക്ചേർഡ് രീതിയിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ആ കോൺവെർസേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, കാർഡ് അനലൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കാർഡ് എങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ എങ്ങനെയാണ് കൊണ്ടുപോയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.